രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയും മന്ത്രിസഭാ രൂപീകരണവും സംബന്ധിച്ച ചർച്ചകൾ ദില്ലിയിൽ സജീവമായി. വ്യാഴാഴ്ച രാഷ്ട്രപതി ഭവന്റെ അങ്കണത്തിലാകും മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. അമിത്ഷാ കേന്ദ്രമന്ത്രിസഭയിൽ തന്ത്രപ്രധാനമായ വകുപ്പിന്റെ ചുമതലയോടെ എത്തുമെന്നാണ് സൂചനകൾ. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ച സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും ബി.ജെ.പി തന്നെ കൈവശം വയ്ക്കാനാണ് സാധ്യത. കേരളത്തിൽ നിന്ന് വി. മുരളീധരൻ, അൽഫോൺസ് കണ്ണന്താനം, കുമ്മനം രാജശേഖരൻ എന്നിവർ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടുന്നു. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് ചരിത്ര സംഭവമാക്കാനാണ് ബി.ജെ.പി തീരുമാനിച്ചിരിക്കുന്നത്. വിദേശ രാഷ്ട്ര തലവന്മാരെ ചടങ്ങിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം പാർട്ടി തുടങ്ങിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി 28-ന് വാരണാസിയിലും 29-ന് ഗാന്ധിനഗറും പ്രധാനമന്ത്രി സന്ദർശിക്കും. മോദിയും അമിത്ഷായും ദില്ലിയിൽ മുതിർന്ന ബി.ജെ.പി നേതാക്കളായ എൽ.കെ. അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഇന്ന് രാവിലെ സന്ദർശിച്ചു. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ സന്തോഷം പങ്കിടാനും അനുഗ്രഹം വാങ്ങാനുമായിരുന്നു സന്ദർശനം. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ എം.പിമാരോടും ശനിയാഴ്ച വൈകിട്ട് തന്നെ ദില്ലിയിൽ എത്തിച്ചേരാൻ ബി.ജെ.പി നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യേണ്ട മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ്. 300-ലധികം സീറ്റ് ഒറ്റയ്ക്ക് കരസ്ഥമാക്കിയ സാഹചര്യത്തിൽ ആഭ്യന്തരം, ധനകാര്യം, പ്രതിരോധം, വിദേശകാര്യം തുടങ്ങിയ വകുപ്പുകൾ ബി.ജെ.പി കൈവശം വയ്ക്കാൻ തന്നെയാണ് സാധ്യത. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കേന്ദ്രമന്ത്രിസഭയിൽ എത്തിയേക്കും. സുപ്രധാനമായ ആഭ്യന്തര വകുപ്പ് ഷായ്ക്ക് ലഭിക്കാനാണ് സാധ്യത. നിർമ്മല സീതാരാമൻ ബി.ജെ.പി ദേശീയ അധ്യക്ഷയായേക്കും. സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി എന്നിവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമോ എന്ന കാര്യം വ്യക്തമല്ല. ധനകാര്യ മന്ത്രി പദവിയിലേക്ക് പീയൂഷ് ഗോയൽ ഉയർത്തപ്പെട്ടേക്കാം. അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനിക്കും സുപ്രധാനമായ പങ്കു ലഭിക്കും. കേരളത്തിൽ നിന്ന് വി. മുരളീധരൻ, അൽഫോൺസ് കണ്ണന്താനം, കുമ്മനം രാജശേഖരൻ എന്നിവരുടെ പേരുകൾ മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചേക്കും. വടക്കും കിഴക്കും കൈപ്പിടിയിലൊതുക്കിയ ബി.ജെ.പിയുടെ അടുത്ത ലക്ഷ്യം കേരളവും തമിഴ്നാടും ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് തുറന്നില്ലെങ്കിലും കേരളത്തിൽ നിന്നും കേന്ദ്രമന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഷിക്കാന ന്യൂസ് ബ്യൂറോ, ദില്ലി.